ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഓഫ് എ ട്രാൻസ്ഫോമർ ആണ്. നമുക്കറിയാം ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് റെസിസ്റ്റൻസുകളാണുള്ളത്. പ്രൈമറി റെസിസ്റ്റൻസ് R1ഉം സെക്കൻഡറി റെസിസ്റ്റൻസ് R2. ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഡിസൈൻ പാർട്ടിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവ രണ്ടും ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലല്ലാത്തത് കൊണ്ട് തന്നെ ഇവ ഡിസൈനിങ് റെസിസ്റ്റൻസ് ട്രാൻസ്ഫോമർ റെസിസ്റ്റൻസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ്. R1 പ്രൈമറിയിൽ R1ഉം സെക്കൻഡറിയിൽ R2 എന്ന് നമ്മൾ ഡിസൈൻ കാൽക്കുലേഷനിലൊക്കെ വേണ്ടി എടുക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്ന്, അതായത് കാൽക്കുലേഷൻ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ചെയ്യുന്ന ഒരു ഇക്വാലന്റ് റെസിസ്റ്റൻസ്, അതായത് പ്രൈമറി റെസിസ്റ്റൻസിനെ സെക്കൻഡറി പാർട്ടിലോട്ടും സെക്കൻഡറി റെസിസ്റ്റൻസിനെ പ്രൈമറി പാർട്ടിലോട്ടും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഒന്നുകിൽ നമ്മൾ പ്രൈമറിയിൽ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നു, അതിനുവേണ്ടി സെക്കൻഡറി റെസിസ്റ്റൻസിനെ പ്രൈമറിയിലോട്ട് കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ പ്രൈമറിയിൽ റെസിസ്റ്റൻസിന് പകരം, അതായത് സെക്കൻഡറി ആണ് നമ്മൾ ഡിസൈൻ പാർട്ടിന് എടുക്കുന്നതെങ്കിൽ പ്രൈമറിയിലെ റെസിസ്റ്റൻസിനെ സെക്കൻഡറി റെസിസ്റ്റൻസിലോട്ട്, അതായത് സെക്കൻഡറിയിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ റെഫർ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളൊരു സിസ്റ്റം അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ഇക്വേഷൻ എന്താണ് എന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു ട്രാൻസ്ഫോമറിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി റെസിസ്റ്റൻസ് R1 സെക്കൻഡറി റെസിസ്റ്റൻസ് R2 ആണ്. നമുക്കറിയാം ഈ പ്രൈമറിയിൽ വെച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ, പ്രൈമറിയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ R2 എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിത്ത് റെഫർ ടു പ്രൈമറി ആണെങ്കിൽ R2വിനെ പ്രൈമറിയിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ R2 എന്ന് പറയുന്നത് R2 become R2 ഡാഷ്. ജസ്റ്റ് നമ്മളൊരു പേര് കൊടുക്കുന്നു, R2 ഡാഷ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി R1നെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, R1നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ സെക്കൻഡറിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ R1 ഡാഷ് എന്നും പറയാം. ഇത്രയും മനസ്സിലാക്കി മതി. ഈ R1 എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് പ്രൈമറിയിലാണ്. 1 എന്ന് പറയുന്നത് പ്രൈമറി, 2 എന്ന് പറയുന്നത് സെക്കൻഡറി. അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിന് R1 എന്നും മറ്റൊരു സൈഡിലോട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിന് ഡാഷ് കൊടുക്കും. ഇതൊരു നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു നൊട്ടേഷനാണ്. ഇനി നമുക്കറിയാം, ഞാൻ ഈ പ്രൈമറിയിൽ റെഫർ ചെയ്തിട്ടാണ് ഇതിനെ ചെയ്യുന്നതെങ്കിലും സെക്കൻഡറിയിലോട്ട് മാറ്റിയിട്ട് സെക്കൻഡറിയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും രണ്ടായാലും നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒരൊറ്റ പോയിൻ്റാണ്. നമുക്കറിയാം പ്രൈമറി പവറും സെക്കൻഡറി പവറും ഓൾവേസ് സെയിം ആണ്, എപ്പോഴും സെയിം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറിയിലെയും പവർ ലോസ് പ്രൈമറി പവർ ലോസും സെക്കൻഡറി പവർ ലോസും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രൈമറി പവർ ലോസ് എന്ന് പറയുന്നത് പ്രൈമറിയിലെ കറണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു പ്രൈമറി റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ സെക്കൻഡറി പവർ ലോസ് എന്ന് പറയുന്നത് സെക്കൻഡറി കറണ്ട് സ്ക്വയർ ഇൻറ്റു സെക്കൻഡറി റെസിസ്റ്റൻസ് R2. ഞാനതിൽ കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് I2R², ഈ ഒരു ടേമിനെ, ഈ സെക്കൻഡറി പവർ ലോസിന് മാത്രമായിട്ട് എടുത്തു. I2² R2 ഈക്വൽ ടു, ഇതിനെ, ഈ R2നെ ഞാൻ പ്രൈമറി സൈഡിലോട്ട് മാറ്റും. R2നെ പ്രൈമറി സൈഡിലോട്ട് മാറ്റുമ്പോൾ അതിൻ്റെ ലോഡ് എന്താകും, അതിനെന്ത് മാറ്റാണ്? കറണ്ട്, പ്രൈമറിയിലെ കറണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം I1² ആണ്, പ്രൈമറിയിലെ കറണ്ട്. ഇനി R2നെ പ്രൈമറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ, R2നെ പ്രൈമറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? R2 ഡാഷ് ആണ്, R2 ഡാഷ്. ഓക്കെ, ഇനി എനിക്ക് R2 ഡാഷിൻ്റെ വിലയാണ് കിട്ടേണ്ടത്. അങ്ങനെ R2നെ പ്രൈമറിയിലോട്ട് മാറ്റുമ്പോൾ R2 ഡാഷ് എന്തായി മാറും? അപ്പോൾ R2 ഡാഷ് ഈക്വൽ ടു, ഈ ടേമിന് പുറത്തോട്ട് കൊണ്ടുവരാം, I2² ഡിവൈഡഡ് ബൈ I1² ഇൻറ്റു R2 എന്നവിടെ. ദെൻ R2 ഡാഷ് ഈക്വൽ ടു I2 by I1 whole square into R2. I2 by I1 നമുക്കറിയാം K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I1 by I2 ആണ്, അല്ലേ? I1 by I2നെ നമ്മൾ K എന്ന് പറയാം, അതായത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ദെൻ ഇത് I2 by I1 ആണല്ലോ, 1 by K എന്ന് എഴുതാമല്ലോ. ദെൻ അങ്ങനെയാണെങ്കിൽ R2 ഡാഷ് ഈക്വൽ ടു 1 by K
whole square into R2. Then R2 dash equal to R2 by K square. നമുക്ക് പുതിയൊരു ടേം കിട്ടിയിട്ടുണ്ട്. R2 ഡാഷിനെ എങ്ങനെ എഴുതാം, അതായത് സെക്കൻഡറി റെസിസ്റ്റൻസ് വിത്ത് റെഫേർഡ് ടു പ്രൈമറി എന്നാണ് ഇതിന് പറയുന്നത്. സെക്കൻഡറി റെസിസ്റ്റൻസ് വിത്ത് റെഫേർഡ് ടു പ്രൈമറി, അതായത് R2 by RK square. ഓക്കെ ആണല്ലോ. ഇനി R1 കണ്ടെത്തണം അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയാണ് നൽകേണ്ടത്, സെക്കൻഡറി സൈഡിലോട്ട്. കാരണം R1 ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, R1 ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത്, സെക്കൻഡറിയിലോട്ടാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. അതങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡറിയിലോട്ട് റെഫർ ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ ഈ ടേം നോക്കാം. ഇവിടെ പ്രൈമറി നമ്മൾ എന്ത് ചെയ്തു, പ്രൈമറിയിലോട്ട് റെഫർ ചെയ്തു R2നെ. അതുപോലെ തന്നെ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, I1 സ്ക്വയർ R1 ഈക്വൽ ടു അല്ലെ, ഈ കോപ്പർ ലോസിനെ ഇതിനെ എന്ത് ചെയ്ത് നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. സെക്കൻഡറിയിലോട്ട് റെഫർ ചെയ്യുമ്പോൾ ഈ സെക്കൻഡറിയിലെ കറണ്ട് എന്ന് പറയുന്നത് I2 ആണ്, I2 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ R1 എന്നുള്ളത് എന്തായി മാറും, R1 ഡാഷ് ആയി മാറും. ദെൻ R1 ഡാഷ് കണ്ടെത്താൻ വേണ്ടി R1 ഡാഷ് ഇസ് ഈക്വൽ ടു I2നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ I1 by I2 ഹോൾ സ്ക്വയർ, നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയറാണ്, ഇൻറ്റു R1. ഓക്കെ, R1 ഡാഷ് കൊടുത്തു, ഇതിന് പുറത്തോട്ട് കൊടുത്തപ്പോൾ I1 by I2 ഹോൾ സ്ക്വയർ ഇൻറ്റു R1. I1 by I2 എന്ന് പറയുന്നത് K ആയിരുന്നു, K R1 എഴുതാം. K സ്ക്വയർ എന്നുകൊണ്ട് K സ്ക്വയർ R1. അപ്പോൾ R1 ഡാഷ് ഇസ് ഈക്വൽ ടു K സ്ക്വയർ R1. ഓക്കെ, ഇത്രയുമാണ് R1 ഡാഷിന്റെയും R2 ഡാഷിന്റെയും ഇക്വേഷൻസ്. ദെൻ അതിൽ നമുക്ക് പറയാവുന്ന കാര്യം, സെക്കൻഡറി റെസിസ്റ്റൻസ് വിത്ത് റെഫേർഡ് ടു പ്രൈമറി ഇസ് ഈക്വൽ ടു R2 by K സ്ക്വയർ. ദെൻ അതുപോലെ പ്രൈമറി റെസിസ്റ്റൻസ് വിത്ത് റെഫേർഡ് ടു സെക്കൻഡറി ഇസ് ഈക്വൽ ടു K സ്ക്വയർ ഇൻറ്റു R1. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അല്ലെങ്കിൽ എഫക്റ്റീവ് പ്രൈമറി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് R01 എന്നുകൊണ്ടാണ് നമ്മൾ നോട്ട് ചെയ്യാറ്, R01. That means the effective resistance of the transformer with referred to primary എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം, അതായത് പ്രൈമറിയിലായിട്ട് റെസിസ്റ്റൻസ് ഓൾറെഡി ഉണ്ട്, അതായത് R1 എന്നാണ്. ഇനി സെക്കൻഡറി കൂടി എന്ത് ചെയ്യണം, നമ്മൾ പ്രൈമറിക്ക് കൺസിഡർ ചെയ്യണം. പ്രൈമറിക്ക് സെക്കൻഡറിനെ കൺസിഡർ ചെയ്താൽ അവിടെ എന്താണ് പറയുന്നത്, R2 ഡാഷ് ആണ്. R2 ഡാഷ് ഈക്വൽ ടു R1 പ്ലസ് R2 ഡാഷിന് നമ്മൾ ഇക്വേഷൻ കണ്ടിട്ടുണ്ട്, R2 by K സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് റെസിസ്റ്റൻസ്, അതായത് ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഓർ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓർ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി ട്രാൻസ്ഫോമർ വിത്ത് റെഫേർഡ് ടു പ്രൈമറി ഇസ് ഈക്വൽ ടു R1 plus R2 by K square. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ടേം എഴുതുന്നത്? നമുക്ക് റെസിസ്റ്റൻസ്, പ്രൈമറി റെസിസ്റ്റൻസും സെക്കൻഡറി റെസിസ്റ്റൻസും മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ R2 ഡാഷ് എന്ന് പറയുന്ന വില കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് R2 ഈക്വൽ ബൈ K സ്ക്വയർ. K എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ, പ്രൈമറി വോൾട്ടേജ് സെക്കൻഡറി വോൾട്ടേജ് ഉണ്ടെങ്കിലും കണ്ടുപിടിക്കും. ഇനി ഇതേപോലെ തന്നെ R02 സെക്കൻഡറി, അതാണ് R02. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്നെല്ലാം പറയാം നമുക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, സെക്കൻഡറി റെസിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ അവിടെ ഓൾറെഡി R2 അതിൻ്റെ നോർമൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഇനി പ്രൈമറിയെ സെക്കൻഡറിയിലോട്ട് റെഫർ ചെയ്യുമ്പോൾ R1 എന്തായിട്ട് മാറും, R1 ഡാഷ് ആയി മാറും. ദെൻ പ്ലസ് R1 ഡാഷ് കൊടുക്കാം. R2 ഓൾറെഡി ഉണ്ട് നമ്മുടെ കയ്യിൽ, പ്ലസ് R1 ഡാഷിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു K സ്ക്വയർ R1. ഈ ഇക്വേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇക്വേഷൻസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻസ് ആണ്, അല്ലെങ്കിൽ ഇതുപോലെ ഡിറൈവ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഡിസൈൻ പാർട്ട് സിമ്പിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രൈമറി റെസിസ്റ്റൻസിനെ സെക്കൻഡറിയിലോട്ടും അതല്ലെങ്കിൽ സെക്കൻഡറി റെസിസ്റ്റൻസിനെ പ്രൈമറിയിലോട്ട് വേണമെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാം. അങ്ങനെ ട്രാൻസ്ഫോമറിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസിനെ ഇക്വാലന്റ് റെസിസ്റ്റൻസിനെ പ്രൈമറിയിലോട്ട് മാറ്റുന്നതെങ്കിൽ R01 വിത്ത് റെഫേർഡ് ടു 1,
അതായത് പ്രൈമറി ടോട്ടൽ ഓർ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദി ട്രാൻസ്ഫോമർ വിത്ത് റെഫേർഡ് ടു 1 അല്ലെങ്കിൽ പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R01. അവിടെ ഓൾറെഡി R1 ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ സെക്കൻഡറിയിലെ റെസിസ്റ്റൻസിനെ കൂടെ കൊണ്ടുവരുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? R01 is equal to R1 plus R2/K². വിത്ത് റെഫേർഡ് ടു സെക്കൻഡറി ആണെങ്കിൽ R02 equal to R2 plus K² into R1. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. സെക്കൻഡറിയിലോട്ട്, അതായത് പ്രൈമറിയിലോട്ട് സെക്കൻഡറിന് കുറവുമ്പോൾ R2/K² ആണ് വേണ്ടത്. R2ൻ്റെ കൂടെ K² കൂടെ ചേർക്കണം, /K² ചേർക്കണം. ഈ R2 സെക്കൻഡറി സൈഡിലോട്ടാണ് നമ്മൾ മാറ്റുന്നതെങ്കിൽ R2 ഓൾറെഡി അവിടെ ഉണ്ടാവും. R1നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു K² കൊണ്ട്, അതായത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ equivalent resistance with reference